മഹാരാഷ്ട്രയിൽ ജനവികാരം മഹായുതി സഖ്യത്തിന് എതിരാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാജ്യത്തിന്റെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നതെന്നും മുതിർന്ന നേതാവ് ആരോപിച്ചു. മുംബൈയിൽ ഒരു പൊതുപരിപാടിക്കിടെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോട് മഹാരാഷ്ട്രയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ചെന്നിത്തല പ്രതികരിച്ചത്. രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മഹായുതി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി കാലുമാറ്റക്കാരുടെയും കുറുമാറ്റക്കാരുടെയും ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിർക്കുന്നു. തൊഴിലില്ലായ്മ, കർഷക ആത്മഹത്യ, കാർഷിക പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ച, ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാവികാസ് അഘാടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജനവികാരം സർക്കാരിനെതിരാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരിനെതിരായി ജനവികാരം വളരെ ശക്തമാണ്. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഈ ഗവൺമെന്റ് മാറണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യം വിജയിക്കുമെന്നും അധികാരത്തിൽ വരുമെന്നും ചെന്നിത്തല പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാ സെക്യുലർ പാർട്ടീസിനെയും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അതിന് വൻപിച്ച വിജയമുണ്ടാകും. അതിനുവേണ്ടി എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാനായതെന്നും ചെന്നിത്തല പറഞ്ഞു. അതിന്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മുംബൈയിൽ സന്നദ്ധ സംഘടനയായ KNK ഫൗണ്ടേഷന്റെ 12ാമത് വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മഹാരാഷ്ട്രയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല. ചടങ്ങിൽ ജമ്മു കാശ്മീർ നിയമസഭാ മുൻ സ്പീക്കർ മുബാരക് ഗുൾ, ആരിഫ് നാസിം ഖാൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്ത് നിലനിൽക്കുന്ന സാംസ്കാരിക സമന്വയമാണ് KNK ഫൗണ്ടേഷൻ എന്ന സംഘടന ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പ്രസിഡന്റ് പ്രിൻസ് വൈദ്യൻ പറഞ്ഞു. മുംബൈയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു ചടങ്ങ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.